And the mountains in reply, echoing their joyous strains, Gloria in excelsis Deo, Gloria in excelsis Deo. Shepherds, why this jubilee? Why your joyous strains prolong? What the gladsome tidings be, which inspire your heavenly song? Gloria in excelsis Deo, Gloria in excelsis Deo. Come to Bethlehem and see him whose birth the angels sing. Come adore on bended knee Christ the Lord, the newborn King. Gloria in excelsis Deo, Gloria in excelsis Deo. Warm and Merry Christmas greetings to all my viewers all over the world. നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശു ക്രിസ്തു ബേത്ലഹേമിലെ ഒരു കാലിത്തൊഴുത്തിൽ മനുഷ്യ ശിശുവായി കന്യകയിൽ ജനിച്ച ദിവസമാണല്ലോ ക്രിസ്മസായി ലോകജനത കണക്കാക്കുന്നതും ആഘോഷിക്കുന്നതും. അന്ന് യേശു ജനിച്ച ആ ദിവസം ഇന്ന് നാം കാണുന്നത് പോലെ ആർട്ടിഫിഷ്യലായിട്ടുള്ള ആഘോഷങ്ങളായിരുന്നില്ല, സാക്ഷാൽ ഒറിജിനലായ ആഘോഷങ്ങളായിരുന്നു, സന്തോഷത്തിൻ്റെ ആഘോഷങ്ങൾ. സാക്ഷാൽ ദൈവദൂതൻ തന്നെ സ്വർഗത്തിൽ നിന്ന് അവിടെ ഇറങ്ങി വരികയായിരുന്നു. ദൈവദൂതൻ അന്ന് അവിടെ ഉണ്ടായിരുന്ന ആട്ടിടയന്മാരോട് ആ മഹാസന്തോഷം പങ്കുവയ്ക്കുന്നു. വിശുദ്ധ ബൈബിൾ പറയുന്നത് പോലെ അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്നു. കർത്താവിൻ്റെ തേജസ് അവരെ ചുറ്റിമിന്നി. അവർ ഭയപരവശരായി തീർന്നു. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ബേത്ലഹേമിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ? ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു വലിയ സംഘം ഈ ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. ഗ്ലോറി ടു ഗോഡ് ഇൻ ദ ഹയസ്റ്റ്, ഓൺ എർത്ത് പീസ് ആൻഡ് ഗുഡ് വിൽ ടു മെൻ. ഇത് തന്നെയുമല്ല, കിഴക്കുള്ള ഒരു രാജ്യത്ത് നിന്ന് 3 വിദ്വാൻമാർ ഇതാ വരുന്നു. 3 wise men from the east.
അവർ പറയുന്നു, ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ടു. ഒരു രാജാവ് ജനിച്ചിരിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് ഈ നക്ഷത്രം. അവർ ആ നക്ഷത്രത്തെ നോക്കി യാത്ര ചെയ്യുകയായിരുന്നു. നക്ഷത്രം അവരെ ഇതാ ബേത്ലഹേമിൽ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിങ്കൽ ഭൂമിയും സ്വർഗവും എല്ലാം ഒരുപോലെ സന്തോഷിക്കുകയാണ്, ആഘോഷിക്കുകയാണ്. അവർ സന്തോഷത്താൽ ഉല്ലസിക്കുകയാണ്. കാരണം ഇവിടെ പിറന്നിരിക്കുന്നത് മറ്റാരുമല്ല, അഖിലാണ്ടത്തിൻ്റെ സൃഷ്ടാവായ സാക്ഷാൽ ദൈവമാണ്. അവർക്കാർക്കും അടങ്ങിയിരിക്കുവാൻ കഴിയുകയില്ല. കോടാനുകോടി നക്ഷത്രങ്ങൾ, അവയെല്ലാം അവളുടെ പ്രകാശം കൊണ്ട് ഈ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഇന്ന് നാം ഉണ്ടാക്കുന്ന ഈ നക്ഷത്ര വിളക്കുകളും അവയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒന്നുമില്ല സഹോദരങ്ങളെ. സകല ചരാചരങ്ങളും ആ ദൈവത്തെ സ്തുതിക്കുകയാണ് അവരുടെ സാന്നിധ്യം കൊണ്ട്. അവർക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത്, അതുകൊണ്ട് അവർ ദൈവത്തെ പുകഴ്ത്തുകയാണ്. ചലനമാണെങ്കിൽ ചലനം, പ്രകാശമാണെങ്കിൽ പ്രകാശം, സംഗീതമാണെങ്കിൽ സംഗീതം, എല്ലാവരും ഒരുപോലെ ഈ ദൈവപുത്രൻ്റെ ജനനത്തിങ്കൽ സന്തോഷിക്കുകയാണ്, ഉല്ലസിക്കുകയാണ്. ഭൂസ്വർഗങ്ങൾ സന്തോഷിക്കുന്നത് പോലെ ഈ ദിവ്യ ജനനത്തിൽ ഇന്ന് നാം എല്ലാവരും സന്തോഷിക്കേണ്ടവരാണ്. കാരണം സർവ്വലോകത്തിനുമുള്ള മഹാസന്തോഷമാണ് ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. സാക്ഷാൽ ദൈവം മനുഷ്യരായ നമ്മോടുള്ള മഹാസ്നേഹത്താൽ നമ്മിൽ ഒരുവനെ പോലെ മനുഷ്യ സാദൃശ്യത്തിൽ ഈ ഭൂമിയിൽ പ്രത്യക്ഷനായിരിക്കുന്നു. ഈ ദൈവത്തിൽ വിശ്വസിക്കുന്നവരായ നാം, ഈ ദൈവം ഏത് വംശത്തിലൂടെയാണ് ഈ ഭൂമിയിലേക്ക് വന്നത്, ആ യഹൂദ വംശത്തെ, ആ യഹൂദ ജനതയെ എത്രമാത്രം ഗൗരവത്തോടെയും ബഹുമാനത്തോടെയും ഈ കാലഘട്ടത്തിൽ കാണേണ്ടതാണ്. കാരണം യഹൂദ ജനത ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ്. യഹൂദൻ ഒരു ജാതിയാണ്, മതമല്ല. മതത്തേക്കാൾ അതവൻ്റെ സംസ്കാരവും വംശപരമ്പരയുമാണ്. യഹൂദൻ അവൻ്റെ വംശീയതയിലാണ്, എത്നിസിറ്റിയിലാണ് ഊറ്റം കൊള്ളുന്നത്. വിശുദ്ധ ബൈബിൾ നാം പരിശോധിച്ചാൽ പഴയ നിയമത്തിൽ ഈ ജനതയെ എങ്ങനെയാണ്, എന്തിനാണ് ദൈവം തിരഞ്ഞെടുത്തത് എന്ന് കാണുവാൻ കഴിയും. ഇൻ ദ ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 19 വേഴ്സസ് 5 and 6 ഇവിടെ ദൈവം പറയുന്നു, ആകയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജനതകളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ. നിങ്ങൾ എനിക്ക് ഒരു പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവും ആകും. ഈ ജനത ദൈവത്തിൻ്റെ വിശുദ്ധ ജനമാണ്, ഹോളി നേഷൻ. അതുപോലെ സകല ജാതികളിലും വെച്ച് ദൈവത്തിന് പ്രത്യേക സമ്പത്താണവർ. ഈ ജനതയെ ദൈവം ലോകത്തിന് ഒരു അടയാളമാക്കി നിർത്തിയിരിക്കുകയാണ്. ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് ജീവിച്ചാൽ എങ്ങനെയാണ് ദൈവം ഒരു ജനതയെ സ്നേഹിക്കുന്നത്, കാത്തു പരിപാലിക്കുന്നത്, അവരെ അനുഗ്രഹിക്കുന്നത്, അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്? ഇത് ലോകം കാണണം. അതിനായി അവരെ നിർത്തിയിരിക്കുകയാണ്, ലോകത്തിന് അടയാളമായി. നമുക്കറിയാം, വിശുദ്ധ ബൈബിൾ നാം നോക്കുമ്പോൾ രണ്ട് കൂട്ടരെ അവിടെ കാണുവാൻ കഴിയും. സത്യദൈവത്തെ തിരിച്ചറിഞ്ഞവരും സത്യദൈവത്തെ തിരിച്ചറിയാത്തവരും.
സത്യദൈവത്തെ അറിഞ്ഞവരെ യഹൂദന്മാർ അഥവാ ജ്യൂസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ സത്യദൈവത്തെ തിരിച്ചറിയാത്തവർ, അവർ ഏത് രാജ്യക്കാരായാലും ഭാഷക്കാരായാലും മതക്കാരായാലും വർഗക്കാരായാലും എല്ലാവരെയും ഒരുമിച്ച് ജാതികൾ അഥവാ ജെൻറ്റൈൽസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ നേഷൻസ് എന്നും പറഞ്ഞിട്ടുണ്ട്. ജ്യൂസ് ആൻഡ് ജെൻറ്റൈൽസ്. പുതിയ നിയമം നാം പരിശോധിക്കുമ്പോൾ ഇതുപോലെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് കാണാം. അപ്പോസ്തലനായ പത്രോസ് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ നാം കാണുന്നു, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു എന്ന്. യു ആർ എ ചോസൺ ജനറേഷൻ, എ റോയൽ പ്രീസ്റ്റ്ഹുഡ്, എ ഹോളി നേഷൻ ആൻഡ് ഗോഡ്സ് ഓൺ സ്പെഷ്യൽ പീപ്പിൾ. ഇതാരെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്? യഹൂദന്മാരെ പറ്റിയല്ല. ഇത് പറഞ്ഞിരിക്കുന്നത് സാക്ഷാൽ ദൈവമായവൻ മനുഷ്യനായി ഭൂമിയിലേക്ക് വന്ന ആ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ പറ്റിയാണ്. അതായത് ദൈവത്തിന് ഈ രണ്ടു കൂട്ടരും ഒരുപോലെ വിശുദ്ധ വംശമാണ്, സ്വന്തം ജനമാണ്, തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ്. അവരെ ഇന്ന് ലോകത്തിന് അടയാളമാക്കി നിർത്തിയിരിക്കുകയാണ്. ദൈവത്തിന് അവർ പ്രിയപ്പെട്ടവരാണ്. വിശുദ്ധ ബൈബിളിൽ നാം കാണുന്നു ഒലിവ് വൃക്ഷത്തെപ്പറ്റി. ദൈവമെന്ന സാക്ഷാൽ ഒലിവ് വൃക്ഷത്തോട് ചേർക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. അതിൻ്റെ സ്വാഭാവിക കൊമ്പുകളാണ് യഹൂദന്മാർ. അതേസമയം ദൈവത്തെ അറിയാതിരുന്ന നാം ദൈവത്തെ അറിഞ്ഞ് യേശുക്രിസ്തുവിനെ അറിഞ്ഞ് അവനിലേക്ക് ചേർക്കപ്പെട്ടപ്പോൾ കാട്ടൊലിവായിരുന്ന നമ്മെ ആ നാട്ടൊലിവായ ആ നല്ല വൃക്ഷത്തിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് അഥവാ ഒട്ടിച്ചു ചേർത്ത് അങ്ങനെ നാട്ടൊലിവിൻ്റെ അതേ ഗുണവും എല്ലാം ലഭിക്കത്തക്കവണ്ണം നമ്മെ ആക്കി തീർത്തിരിക്കുന്നു. അതുപോലെ നല്ല മുന്തിരിവള്ളിയായ യേശുക്രിസ്തുവിൻ്റെ കാര്യം പറയുന്നു. അതിൽ അവിടെയും സ്വാഭാവികമായ മുന്തിരിവള്ളിയോട് നമ്മെ ഒട്ടിച്ചു ചേർത്തിരിക്കുകയാണ്. അതായത് ആര് ദൈവത്തിൽ വിശ്വസിക്കുന്നുവോ, സത്യദൈവത്തെ ആര് മനസ്സിലാക്കി ആ ദൈവത്തിന് തങ്ങളുടെ ജീവിതം അർപ്പിച്ച് ജീവിക്കുന്നുവോ അവർ ദൈവത്തിന് വിശുദ്ധ വംശമാണ്, ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്. സകല ജാതികളിലും വെച്ച് ദൈവത്തിന് അവർ പ്രത്യേക സമ്പത്താണ്. നാം ഇവിടെ കാണുന്നത് അതാണ്. എന്തുകൊണ്ടാണ് ദൈവത്തെ അറിയുന്നവർ അഭിവൃദ്ധി പ്രാപിക്കുന്നത്? എന്തുകൊണ്ടാണ് ദൈവം അവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത്? കാരണം അവർ ദൈവത്തിൻ്റെതാണ്. യഹൂദ ജനതയും യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന നാമും, അതായത് ജ്യൂസ് ആൻഡ് ജെൻറ്റൈൽസ്, ഒരേ ഒലിവുമരത്തിൻ്റെ ശാഖകളായി മാറി. അതുപോലെ ഒരേ മുന്തിരിച്ചെടിയുടെ കൊമ്പുകളായി മാറി. ഇതെങ്ങനെയാണ് സാധ്യമായത്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാൽവറിയാഗത്താലാണ്. യേശുക്രിസ്തുവിൻ്റെ മരണത്താലും പുനരുത്ഥാനത്താലുമാണ് അത് സാധ്യമായത്. വിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ എഫേസ്യർക്ക് ലേഖനം എഴുതിയപ്പോൾ അതിൻ്റെ 2-ാം അധ്യായത്തിൽ പറയുന്നു, യേശുക്രിസ്തുവിൻ്റെ കാൽവറിയാഗം യഹൂദ ജനതയ്ക്കും ജാതികൾക്കും മധ്യേ ഉണ്ടായിരുന്ന
ആ ശത്രുത്വം ഇല്ലാതാക്കി. വേർപാടിൻ്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞു. യേശുക്രിസ്തു സമാധാനമുണ്ടാക്കി ഇരുപക്ഷത്തെയും തന്നിൽ ഒന്നാക്കി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്ന ഏകാത്മാവിനാൽ ഇപ്പോൾ ഇരുപക്ഷക്കാർക്കും ഒരുപോലെ ദൈവത്തെ സമീപിക്കാം. നമുക്ക് വായിക്കാം എഫീഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 14 ഓൺവേർഡ്സ്. യേശുക്രിസ്തു നമ്മുടെ സമാധാനം. അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി. വേർപാടിൻ്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞത് സമാധാനമുണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ക്രൂശന്മേൽ വെച്ച് ശത്രുത്വമില്ലാതാക്കി അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ. യേശുക്രിസ്തു വന്ന് ദൂരത്തായിരുന്ന നിങ്ങൾക്ക് സമാധാനവും സമീപത്തുള്ളവർക്ക് സമാധാനവും സുവിശേഷിച്ചു. യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിങ്കലേക്ക് പ്രവേശനമുണ്ട്. Through Christ, both Jews and Gentiles have access to the Father by the same Holy Spirit. Gentiles in Christ are now citizens of Israel. That is, they have been connected to the Commonwealth of Israel. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇസ്രായേലിന് ദൈവം കൊടുത്ത സകല നന്മകളുടെയും അനുഗ്രഹങ്ങളുടെയും സമൃദ്ധിയുടെയും എല്ലാം അവകാശികളാക്കി നമ്മയും തീർത്തു. തന്നെയുമല്ല, യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നത് മൂലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരിൽ കൊടുക്കുന്നത് നിത്യജീവനാണ്, പുത്രത്വമാണ്, ദൈവരാജ്യത്തിലെ ആ പ്രവേശനമാണ്. യേശുക്രിസ്തു എല്ലാം ചെയ്തു കഴിഞ്ഞു സഹോദരങ്ങളെ. ഇനി യഹൂദനായാലും ജാതിയായാലും ആരായാലും യേശുക്രിസ്തു കാൽവറിയിൽ നിവർത്തിച്ചത് അംഗീകരിച്ച് വിശ്വസിച്ച് അവനെ ഏറ്റുപറയുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുന്നത് മൂലമാണ് അവന് രക്ഷയുണ്ടാകുന്നത്. നമുക്കറിയാം, ധാരാളം യഹൂദ ക്രിസ്ത്യാനികളുണ്ട്, ലക്ഷങ്ങളുണ്ട്. ഓരോരുത്തരും യേശുക്രിസ്തുവിനെ മനസ്സിലാക്കുന്നു. ഒടുവിൽ അവർ പൂർണ്ണമായും മനസ്സിലാക്കും. അവരെല്ലാവരും തങ്ങൾ കുത്തിയവെങ്കിലേക്ക് നോക്കും. അതിനുള്ള കാലം ആസന്നമായിരിക്കുകയാണ്. ഇസ്രായേൽ രാജ്യത്തിൻ്റെയും യഹൂദജനത്തിൻ്റെയും ചരിത്രം 2000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു ശിശുവായി വന്നു പിറന്ന യേശുവിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. ജീസസ് വാസ് എ ജൂയിഷ് ബേബി ബോൺ ഇൻ എ ജൂയിഷ് ഫാമിലി. കിഴക്കുള്ള ഏതോ രാജ്യത്തിൽ നിന്നെത്തിയ 3 വിദ്വാൻമാർ തിരക്കിയത് യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്നായിരുന്നു. വേർ ഇസ് ദ വൺ ഹു ഹാസ് ബീൻ ബോൺ കിങ് ഓഫ് ദ ജ്യൂസ്? അതിനാൽ തന്നെ യഥാർത്ഥത്തിൽ ക്രിസ്മസ് യഹൂദന്മാരുടെ ഒരു സെലിബ്രേഷൻ ആകേണ്ടതാണ്, യഹൂദന്മാരുടെ ഒരു ആഘോഷം. കാരണം യേശു പിറന്നത് ഒരു വിജാതീയ കുടുംബത്തിലായിരുന്നില്ല. അവനൊരു യഹൂദ സ്ത്രീയുടെ മകനായി പിറന്നു. ഒരു യഹൂദനെ പോലെ 8-ാം നാളിൽ പരിച്ഛേദനയേറ്റു. ഒരു യഹൂദ പട്ടണത്തിൽ യഹൂദനായി വളർത്തപ്പെട്ടു. യഹൂദന്റെ സിനഗോഗുകളിൽ ആരാധിച്ചു. യെരുശലേമിലുള്ള യഹൂദന്റെ ദേവാലയത്തിൽ ഉത്സവങ്ങൾക്കും മറ്റും പോയി. ജീസസ് വാസ് ജൂവിഷ് ത്രൂ ആൻഡ് ത്രൂ. കിഴക്ക് നിന്നെത്തിയ ആ 3 വിദ്വാൻമാർ ആ ദിവ്യ ജനനത്തെ അന്വേഷിച്ച് അമേരിക്കയിലേക്കോ യൂറോപ്പിലേക്കോ UK-യിലേക്കോ എങ്ങുമല്ല പോയത്. അവർ ബക്കിംഗ്ഹാം പാലസിൽ പോയില്ല. ഈ കൊട്ടാരത്തിലാണോ രാജാവ് പിറന്നത് എന്ന് അന്വേഷിച്ചുകൊണ്ട് അവർ ഇസ്രായേലിലുള്ള ഹെറോദേസിന്റെ രാജകൊട്ടാരത്തിലായിരുന്നു ചെന്നത്. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? അതായിരുന്നു അവരുടെ ചോദ്യം.
പ്രിയ സഹോദരങ്ങളെ, ഇന്നും യേശുവിനെ അന്വേഷിക്കുന്നവർക്ക് ഈ ചോദ്യം അവരുടെ കാതുകളിൽ മുഴങ്ങുന്നു. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? Where is the one who has been born King of the Jews? എങ്ങനെയായിരുന്നു യഹൂദ ജനത അവരുടെ രാജാവായി പിറന്ന ഈ യഹൂദനെ മറന്നുപോയത്? അവരത് മറന്നപ്പോൾ they missed a vital reality. യേശുവിനെ അവഗണിക്കയിൽ അവർ ഏറ്റവും മഹാനായ, ഏറ്റവും പ്രഗത്ഭനായ ഒരു യഹൂദനെയായിരുന്നു നഷ്ടപ്പെടുത്തിയത്. പ്രിയ സഹോദരങ്ങളെ, യഹൂദന്മാരുടെ രാജാവായി പിറന്ന ഈ ശിശുവിനെ യഹൂദ ക്രിസ്മസിലൂടെ നമുക്കിന്ന് പഠിക്കാം. യേശു കുരിശിക്കപ്പെട്ടപ്പോൾ റോമൻ പടയാളികൾ ഒരു മേലെഴുത്ത് ആ കുരിശിൽ എഴുതി തറച്ചിരുന്നു. എന്തായിരുന്നു ആ മേലെഴുത്ത്? ഇത് യഹൂദന്മാരുടെ രാജാവായ യേശു. ദിസ് ഈസ് ജീസസ്, കിങ് ഓഫ് ദ ജ്യൂസ്. ജനനത്തിനും ക്രൂശീകരണത്തിനും ഇടയിൽ ഒരു സാക്ഷാൽ യഹൂദനായി യേശു ജീവിച്ചു. യേശുവിനെ ആദ്യം അനുഗമിച്ചവരെല്ലാം യഹൂദന്മാരായിരുന്നു. 12 ശിഷ്യന്മാരും മറ്റപ്പോസ്തലന്മാരുമെല്ലാം. യേശു പഠിപ്പിച്ചതെല്ലാം യഹൂദ സിനഗോഗുകളിലും യെരുശലേം ദേവാലയത്തിലുമായിരുന്നു. ആളുകൾ യേശുവിനെ റബ്ബി എന്ന് തന്നെ വിളിച്ചു. യഹൂദ ഗുരുക്കന്മാരെ വിളിക്കുന്ന പേര്. ഒരു ആദ്യകാല അനുയായി യേശുവിനോട് പറഞ്ഞതായി സെയിൻറ്റ് ജോൺ 1:49 നാം കാണുന്നത്, റബി, യു ആർ ദ സൺ ഓഫ് ഗോഡ്, യു ആർ ദ കിങ് ഓഫ് ഇസ്രയേൽ. തന്മൂലം യേശുവിൻ്റെ ജൂവിഷ്നെസ്, ഇറ്റ് ഈസ് എ മേജർ എംഫസിസ് ഇൻ ദ ബൈബിൾസ് പോർട്രേറ്റ് ഓഫ് ഹിം ആൻഡ് നോട്ട് എ മൈനർ ഫുട് നോട്ട്. എന്തിനാണ് യേശുവിൻ്റെ ജൂവിഷ്നെസ് യഹൂദ ക്രിസ്മസിലൂടെ നാം പഠിക്കുന്നത്? സർവ്വലോകരക്ഷകനായി വന്ന യേശു എന്ന സാക്ഷാൽ ദൈവം യഹൂദനായി പിറന്നതുമൂലം ഇന്ന് ആ യഹൂദ ജനതയോടുള്ള നമ്മുടെ ബന്ധം എത്ര പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുവാനാണ് നാം ഇന്നിത് പഠിക്കുന്നത്. യേശുവിൻ്റെ ജൂവിഷ്നെസ് യഹൂദ ക്രിസ്മസിലൂടെ നാം ഇന്ന് പഠിക്കുകയാണ്. ഒരു വിപ്ലവകാരിയായി സമൂഹത്തിൽ നവീകരണത്തിന് ശ്രമിച്ച യേശുവിൻ്റെ മരണത്തിൽ നിശ്ചയമായും ചില യഹൂദർക്ക് പങ്കുണ്ട്. അതിനാൽ യഹൂദന്മാരെ യേശുവിൻ്റെ ഘാതകർ എന്ന് അടച്ചാക്ഷേപിച്ച് അവരുടെ നേരെ പീഡകൾ അഴിച്ചുവിട്ട ഒരു ചരിത്രമുണ്ട്. എന്നാൽ ആദ്യത്തെ യേശുവിൻ്റെ അനുയായികളെല്ലാം തന്നെ യഹൂദന്മാരായിരുന്നു. വിശുദ്ധ ബൈബിളിൻ്റെ പുതിയ നിയമ എഴുത്തുകാരെല്ലാം വിശുദ്ധനായ ലൂക്കോസ് ഒഴികെ യഹൂദന്മാരാണ്. യഹൂദന്മാരിലൂടെ തന്നെയാണ് ദൈവത്തിൻ്റെ നന്മകളും അനുഗ്രഹങ്ങളുമെല്ലാം ലോക ജനതകളിലേക്ക് ഒഴുകി വന്നത്, ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. തന്നെയുമല്ല, ഇന്നും ലോക ജനതയെ ദൈവനിഷേധികളായ തീവ്രവാദികളിൽ നിന്നും സാക്ഷാൽ പിശാചിനാൽ നയിക്കപ്പെടുന്ന ഭീകരവാദികളിൽ നിന്നും രക്ഷിച്ചുകൊണ്ടിരിക്കുന്നതും യഹൂദനാണ്. യഹൂദന് മാത്രമേ നമ്മെ ഭീകരവാദികളിൽ നിന്നും തീവ്രവാദികളിൽ നിന്നും രക്ഷിക്കുവാൻ കഴിയുകയുള്ളൂ. യഥാർത്ഥത്തിൽ ഈ യഹൂദ ജനത ആരാണെന്ന് നാം മനസ്സിലാക്കിയിരുന്നെങ്കിൽ തിരുവെഴുത്തുകൾക്ക് യേശു കൊടുത്ത അതേ ഗൗരവം നാമും കൊടുത്തിരുന്നെങ്കിൽ ഇസ്രായേലിനോടുള്ള ദൈവത്തിൻ്റെ ആ വാക്കുകൾ കേട്ട് നാം വിറയ്ക്കുമായിരുന്നു. എന്താണ് ദൈവം അവരോട് പറഞ്ഞിരുന്നത്? Whoever touches you touches the apple of my eye. നിന്നെ തൊടുന്നവൻ എൻ്റെ കൺമണിയെ തൊടുന്നു. ഇത് സഖറിയാവിൻ്റെ പ്രവചനം 2-ാം അധ്യായം 8-ാം വാക്യത്തിലാണ് നാം കാണുന്നത്. തിരുവെഴുത്തുകൾക്ക് മാറ്റമില്ലല്ലോ. ദൈവം യഹൂദ ജനതയോട് പറഞ്ഞിരിക്കുകയാണ്,
നിന്നെ തൊടുന്നവൻ എൻ്റെ കൺമണിയെ തൊടുന്നു. Whoever touches you touches the apple of my eye. പുതിയ നിയമ എഴുത്തുകളെല്ലാം യഹൂദ വായനക്കാർക്കായി എഴുതിയതാണ്. അതിനാൽ വിശുദ്ധ ബൈബിൾ, അതിലെ പുതിയ നിയമം, അത് പ്രോ ജൂയിഷാണ്, അല്ലാതെ യഹൂദ വിരോധിയല്ല. യഹൂദന്മാർ എഴുതിയ ഈ പുസ്തകം, അതായത് വിശുദ്ധ ബൈബിൾ, അവരെപ്പറ്റി തന്നെ പ്രതിപാദിച്ചിരിക്കുന്നു. അതിൽ ചില യഹൂദ വില്ലന്മാരുമുണ്ട്. എന്നാൽ ഹീറോകളെല്ലാം യഹൂദന്മാർ തന്നെ, ഇൻക്ലൂഡിങ് ദ മെയിൻ ഹീറോ ജീസസ് ഹിംസെൽഫ്, ലോകരക്ഷകനായ ദൈവപുത്രനായ യേശു. യഹൂദ ജനത അഥവാ ജ്യൂസ് അല്ലെങ്കിൽ ഇസ്രായേലിയർ യേശുവിനോട് ബന്ധപ്പെട്ടിരിക്കുന്നത് പോലെ യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്ന ജെൻഡൈൽസ് അഥവാ ജാതികൾ യഹൂദ ജനതയോടും ബന്ധപ്പെട്ടിരിക്കുന്നു. യഹൂദ ജനതയ്ക്ക് ഒരു ദൈവവും യേശുവിനെ അനുഗമിക്കുന്നവർക്ക് വേറൊരു ദൈവവുമല്ല ഉള്ളത്, ഒരേ ഒരു ദൈവം മാത്രം. ഇത് നാം വ്യക്തമായി മനസ്സിലാക്കുന്നത് യഹൂദ ജനതയുടെ വിശ്വാസ പ്രഖ്യാപന പ്രാർത്ഥനയിലാണ്. ആവർത്തന പുസ്തകം 6:4 കാണുന്ന ആ പ്രാർത്ഥന എബ്രായ ഭാഷയിൽ ഷേമ പ്രാർത്ഥന എന്നറിയപ്പെടുന്നു. ഷേമ ഇസ്രായേൽ അദോനായി എലോഹിനു അദോനായി യഖാദ്. ഹിയർ ഓ ഇസ്രായേൽ, ദ ലോർഡ് അവർ ഗോഡ്, ദ ലോർഡ് ഈസ് വൺ. ഒരേ ഒരു ദൈവം, ഭൂസ്വർഗങ്ങളെ നിർമ്മിച്ച സൃഷ്ടാവായ ആ ദൈവം ഒരുവൻ മാത്രം. അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും വെളിപ്പെട്ട മോശയിലൂടെയും ദബോറയിലൂടെയും ദാവീദിലൂടെയും എസ്തേറിലൂടെയും പ്രവർത്തിച്ച ദൈവം, ആ ഏക സത്യദൈവം. ഈ ദൈവം, ദിസ് ഗോഡ് സിംഗിൾഡ് ഔട്ട് ഇസ്രായേൽ and reveal himself to them in special and miraculous ways. ഈ ജനതയെ, ഈ ഇസ്രായേലിനെ ഒരു അടയാളമാക്കി ലോക ജനതകളുടെ മുമ്പിൽ ദൈവം നിർത്തിയിരിക്കുകയാണ്. അവരിൽ കൂടെയാണ് ദൈവത്തിൻ്റെ നന്മകളും അനുഗ്രഹങ്ങളും ലോകത്തിലേക്ക് ഒഴുകുന്നത്. ഒരു രാജ്യത്തിൻ്റെ ഏത് മേഖലയിലുള്ള നന്മകളും അനുഗ്രഹങ്ങളും ഇസ്രായേലിൽ നിന്നാണ് വരുന്നത്. ഇത് ഉത്ഭവിച്ചിരിക്കുന്നത് യഹൂദനിൽ നിന്നാണ്. ഇന്നത്തെ രാഷ്ട്രീയ ലോക സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നാം ചിന്തിക്കുമ്പോൾ Jews are light to the nations. അവർ ജനതകളുടെ പ്രകാശമാണ്, ദീപസ്തംഭമാണ്. They are stewards of God's truth. Romans 3:2. As stewards of God's truth, Israel was given the privilege of guarding God's word and sharing it with the nations. 147-ാം സങ്കീർത്തനത്തിൽ നാം അതാണ് കാണുന്നത്. 19-20 വാക്യങ്ങൾ. ദൈവം യാക്കോബിന് തൻ്റെ വചനവും ഇസ്രായേലിന് തൻ്റെ ചട്ടങ്ങളും വിധികളും വെളിപ്പെടുത്തുന്നു. അങ്ങനെ യാതൊരു ജാതിക്കും അവൻ ചെയ്തിട്ടില്ല. അവൻ്റെ വിധികളെ അവർ അറിഞ്ഞിട്ടുമില്ല. അറിഞ്ഞത് യഹൂദ ജനത മാത്രം. God entrusted Israel with the very foundation of Christianity. നമുക്ക് റോമാലേഖനം 9-ാം അധ്യായം 4-5 വാക്യങ്ങൾ വായിക്കാം. അവിടെ നാം കാണുന്നു, അവർ ഇസ്രായേല്യർ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ, പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ. ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. അവൻ സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ.
എത്രമാത്രം മഹത്തരമായ ഒരു സ്ഥാനമാണ് ഈ ലോകത്തിൽ യഹൂദ ജനതയ്ക്കുള്ളത്. ചരിത്രത്തിൽ അഥവാ ജനപഥങ്ങളിൽ ദൈവം തൻ്റെ പദ്ധതി നിറവേറ്റുവാൻ ഇസ്രായേലിനെ തിരഞ്ഞെടുത്തു. ഇത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു, അല്ലാതെ ആകസ്മികമായി വന്നു ഭവിച്ചതല്ല. മറ്റേതെങ്കിലും ജനതകളിൽ പിറവിയെടുക്കാതെ യഹൂദനായി തന്നെ യേശു പിറവിയെടുത്തത് ആ വലിയ പദ്ധതിയുടെ തുടർച്ചയായിട്ടായിരുന്നു, കണ്ടിന്യൂവേഷൻ. യേശു തന്നെ പറഞ്ഞിരിക്കുന്നു, സാൽവേഷൻ ഈസ് ഫ്രം ദ ജ്യൂസ്. രക്ഷ യഹൂദന്മാരിൽ നിന്ന് തന്നെയല്ലോ ആകുന്നു. സെയിൻറ്റ് ജോൺ 4:22. രക്ഷകൻ എന്നു പേരുള്ള ജീസസ് അവിടെ പിറന്നതിനാൽ അത് നിവൃത്തിയായി. ഇവിടെ ജീസസ് എന്ന ഗ്രീക്ക് വാക്ക് യേശുവ അല്ലെങ്കിൽ യോശുവ എന്ന എബ്രായ വാക്കാണ്. ദ ലോർഡ് സേവ്സ്, അതാണ് അതിൻ്റെ അർത്ഥം. നാം മലയാളത്തിൽ യേശു എന്ന് പറയുന്നത് ആ അർത്ഥത്തിലാണ്. ഹീബ്രു ഭാഷയിൽ യേശുവ. യേശുവിൻ്റെ ജനനത്തിനു മുമ്പുള്ള ദൈവത്തിൻ്റെ അരുളപ്പാടുകളും ജനിച്ച ശേഷം ജഡം ധരിച്ച ദൈവത്തിൻ്റെ വാക്കുകൾ ഒരുപോലെ ഒരുമിച്ച് വിശുദ്ധ ബൈബിളിൽ പഴയ നിയമമെന്നും പുതിയ നിയമമെന്നും നമുക്ക് കാണുവാൻ കഴിയും. യേശുക്രിസ്തുവിൻ്റെ അനുയായികൾ ദൈവം യഹൂദന് കൊടുത്ത പഴയ നിയമ വചനങ്ങൾ അവഗണിക്കുന്നില്ല. യഹൂദൻ്റെ തോറ അവർ അവഗണിക്കുന്നില്ല, അതിനെ എംബ്രേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് യേശു ചെയ്തതും. യേശുവിൻ്റെ എൻഡോഴ്സ്മെൻറ്റ് അതിന് തെളിവാണ്. യോഹന്നാൻ്റെ സുവിശേഷം 5:39 യേശു പറയുന്നു, ദീസ് ആർ ദ സ്ക്രിപ്റ്റേഴ്സ് ദാറ്റ് ടെസ്റ്റിഫൈ അബൌട്ട് മീ. പഴയ നിയമത്തെപ്പറ്റി അല്ലെങ്കിൽ യഹൂദജനത്തിൻ്റെ ആ തോറായെപ്പറ്റി പറയുകയാണ്. ദീസ് ആർ ദ സ്ക്രിപ്റ്റേഴ്സ് ദാറ്റ് ടെസ്റ്റിഫൈ അബൌട്ട് മീ. ഈ തിരുവെഴുത്തുകൾ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു. ദ സ്ക്രിപ്റ്റേഴ്സ് കനോട്ട് ബി ബ്രോക്കൺ. അതുപോലെ ചില കർമാനുഷ്ഠാനങ്ങൾ, യാഗങ്ങൾ ഇവയെല്ലാം യേശുവിൻ്റെ കാൽവറി യാഗത്തോടെ നിവർത്തിക്കപ്പെട്ടതിനാൽ അവയൊന്നും ഇനി ചെയ്യേണ്ടതില്ല, അതിൻ്റെ ആവശ്യമില്ല. എന്നാൽ അതിൻ്റെ വായനയിൽ കൂടെ യേശു ജനത്തിനു വേണ്ടി ചെയ്തത് എന്താണെന്നുള്ളത് നമുക്ക് പഠിക്കുവാൻ പറ്റും. നാം ഈ പഴയ നിയമം വായിക്കുമ്പോഴെല്ലാം എന്താണ് അതിൻ്റെ ആവശ്യകതയെന്ന് മനസ്സിലാക്കുമ്പോൾ ഇത് നാം വായിക്കുന്നത് യേശു എന്താണ് തൻ്റെ ജനത്തിന് വേണ്ടി ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റും. യഹൂദനെ ആരവഗണിക്കുന്നുവോ അവൻ ദൈവം പഴയ നിയമ തിരുവെഴുത്തുകളിൽ പറഞ്ഞിരിക്കുന്നതിന് വലിയ ശ്രദ്ധ കൊടുക്കാത്തവനാണ് എന്ന് വ്യക്തമാകും. യഹൂദനെ അവഗണിക്കുന്നവൻ ദൈവം എന്താണോ തിരുവെഴുത്തുകളിൽ യഹൂദനെ പറ്റി പറഞ്ഞിരിക്കുന്നത് അതിൽ ശ്രദ്ധ കൊടുക്കാത്തവനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കാത്തവൻ. യഹൂദ ഗ്രന്ഥകർത്താക്കൾ എഴുതിയ പുതിയ നിയമം അത് ഇസ്രായേലിനോടുള്ള ദൈവവാഗ്ദത്തങ്ങൾ നിവർത്തിക്കുവാൻ വന്ന യഹൂദന്മാരുടെ രാജാവായ ഈ യേശുക്രിസ്തുവിനെക്കുറിച്ചാണ് എന്നതും അവർ മറന്നുപോകുന്നു. യഹൂദനെ അവഗണിക്കുന്നവർ മറക്കുന്നതാണ് ഇക്കാര്യം. ഏക ദൈവത്തെ അറിയുവാൻ അല്ലെങ്കിൽ ദൈവ വഴികളെ മനസ്സിലാക്കുവാൻ ദൈവത്തെ അറിയാത്ത ജനം ഇന്നും ചോദിക്കേണ്ട ചോദ്യമാണ്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്നത്. വേർ ഈസ് ദ വൺ
who has been born King of the Jews. തൻ്റെ ജനനത്തിലും മരണത്തിലും യഹൂദന്മാരുടെ രാജാവ് എന്ന് വാഴ്ത്തപ്പെട്ടവനായ യേശുവിൻ്റെ ഈ ടൈറ്റിൽ തിരുവെഴുത്തുകളുമായി ഒത്തുപോകുന്നത് ആശ്ചര്യം തന്നെ. ഇസ്രായേലിൻ്റെ ദൈവവും തിരുവെഴുത്തുകളുടെ പൊരുളുമായ ഈ യേശുവിനെ മറന്നുകൊണ്ട് യഹൂദനായിരിക്കുവാൻ ഒരുവന് കഴിയുമോ? കഴിയുകയില്ല എന്നതാണ് വാസ്തവം. യഹൂദന് എന്തോ സംഭവിച്ചുപോയി എന്നോർത്ത് അവരുടെ മേൽ ശാപവാക്കുകൾ ചൊരിയുന്നവർ വിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ റോമിലെ വിശ്വാസികൾക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് നോക്കുക. റോമൻസ് ചാപ്റ്റർ 11 വേഴ്സസ് 13 to 24. ഈ വേദഭാഗം വായിക്കുമ്പോൾ ഇവിടെ നാം കാണുന്നത് കാട്ടൊലിവിൻ ശാഖകളായ നമ്മെ, അതായത് ജെൻറ്റൈൽസിനെ ഒട്ടിച്ചു ചേർക്കുവാനാണ് നാട്ടൊലിവിലെ ആ സ്വാഭാവിക കൊമ്പുകളായ യഹൂദജനത്തെ ഒടിച്ചു കളഞ്ഞത്. ഇവിടെ വേഴ്സ് 15 ശ്രദ്ധേയമാണ്. അവരുടെ ഭ്രംശം ലോകത്തിൻ്റെ നിരപ്പിന് ഹേതുവായി എങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താകും? If their rejection and exclusion from the benefits of salvation through Jesus Christ were for the reconciliation of a world to God, what will their acceptance and admission mean? It will be nothing short of life from the dead. അവർ യേശുക്രിസ്തുവിലേക്ക് തിരിയുമ്പോൾ അവർക്ക് ദൈവരാജ്യത്തിൽ ലഭിക്കുന്ന ഉയർപ്പിൻ്റെ അഥവാ പുതിയ ജീവിതത്തിൻ്റെ അനുഭവത്തെയാണ് ഇത് കുറിക്കുന്നത്. അത് യേശുവിൽ കൂടെ മാത്രം സാധ്യമാകുന്നതാണ്. ഗമാലിയേൽ എന്ന പ്രസിദ്ധനായ ഒരു യഹൂദ റബിയുടെ ശിഷ്യനായിരുന്ന മറ്റൊരു യഹൂദ റബിയായിരുന്നു ഈ പൗലോസ്. നമുക്ക് പ്രശംസിക്കാൻ ഒന്നുമില്ല എന്നാണ് പൗലോസ് പറയുന്നത്. ഒലിവവൃക്ഷത്തിൻ്റെ വേരിനാണ് സകല പ്രശംസയും പോകുന്നത്. കാരണം ശാഖകളായ നാം അല്ല വേരിനെ ചുമക്കുന്നത്, വേര് നമ്മെയാണ് ചുമക്കുന്നത്. ഈ വേരാണ് ദാവീദിൻ്റെ വേരും വംശവും ശുഭ്രമായ ഉദയനക്ഷത്രവുമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. റെവലേഷൻ 22:16. അതിനാൽ നാം പ്രശംസിക്കേണ്ടത് ആ യേശുവിനെയാണ്, ആ യേശുവിലാണ്. യേശുക്രിസ്തുവിലൂടെ അല്ലാതെ ദൈവവുമായി ഒരു ശരിയായ നല്ല ബന്ധം സ്ഥാപിച്ചെടുക്കുവാൻ പറ്റില്ല. പറ്റുമെന്നത് ഒരു മിഥ്യാധാരണയാണ്. ഇറ്റ്സ് എ ടെറിബിൾ മിസ്റ്റേക്ക്. ജീസസ് ഈസ് ഫോർ ജൂസ്, നോട്ട് ജസ്റ്റ് ഫോർ ജെൻറ്റൈൽസ്. യഹൂദന്മാരുടെ രാജാവായ ഈ യേശു തന്നെയാണ് അവരുടെ റൈറ്റ്ഫുൾ റൂളർ. അവരെ ഭരിക്കുന്നതും ഭരിക്കേണ്ടതും അവൻ തന്നെയാണ്. ഭൂമിയിലുള്ള സകല ജാതികളും നിന്റെ സന്തതിയായ യേശുവിലൂടെ അനുഗ്രഹിക്കപ്പെടുമെന്ന് നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാമിനോട് ദൈവം പറഞ്ഞിരുന്നതാണ്. അതുപോലെ തന്നെ നസ്രയത്തിൽ കന്യകയായ മറിയാമിൻ്റെ അടുത്ത് വന്ന ഗബ്രിയേൽ ദൂതൻ യേശു എന്ന മശിഹ നിന്നിൽ ജനിക്കും എന്ന് പറഞ്ഞപ്പോൾ അവൾ പാടി, നമ്മുടെ പിതാക്കന്മാരോട് അരുളി ചെയ്തതുപോലെ അബ്രഹാമിനും അവൻ്റെ സന്തതിക്കും എന്നേക്കും കരുണയോർക്കേണ്ടതിന് ദൈവം തൻ്റെ ജനത്തെ തുണച്ചിരിക്കുന്നു. സെയിൻറ്റ് ലൂക്ക് 1 വേഴ്സസ് 54 and 55. ഇസ്രായേലിൻ്റെ ദൈവമാണ് യേശുക്രിസ്തുവിൽ ഈ ഭൂമിയിൽ പ്രത്യക്ഷനായത്. ജീസസ് upholds the holiness and justice of the God of Israel. മനുഷ്യനായി വന്നവൻ നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്ത് നമുക്ക് പകരം യാഗമായി നമ്മെ രക്ഷിച്ചു. യേശു മരിച്ചു, ഉയർത്തു, ഇന്നും നമുക്കായി ജീവിക്കുന്നു. ആ യേശുക്രിസ്തുവിൽ നാം വിശ്വസിച്ച് അവൻ്റെ കർത്തൃത്വം നാം അംഗീകരിക്കുമ്പോൾ നമ്മുടെ രക്ഷ അങ്ങനെയാണ്, അവിടെയാണ് സാധ്യമാകുന്നത്. തന്നെയുമല്ല, ഈ യേശുക്രിസ്തു ഇതാ മടങ്ങി വരുന്നു. ഈ ലോകത്തെ സമാധാനത്തിലും നീതിയിലും ഭരിച്ച് രാജാവായി വാഴുവാൻ. ഒരു രാജാവ് നീതിയോടെ വാഴും എന്ന പഴയ നിയമ പ്രവചനം അന്ന് നിവർത്തിക്കപ്പെടും.
യേശുക്രിസ്തുവിനെ പറ്റി ഉണ്ടായിരുന്ന എല്ലാ പ്രവചനങ്ങളും നിറവേറി. ഇതും നിറവേറും. ഒരു യഹൂദന്റെ വീട്ടിൽ വന്ന് പിറന്ന, ജെറുസലേമിൽ കുരിശിൽ തറയ്ക്കപ്പെട്ട ഒരൊറ്റ വ്യക്തി ഈ ലോകത്തിൻ്റെയും ഓരോ വ്യക്തിയുടെയും ഭാഗധേയം നിർണയിക്കുന്നു എന്നത് എത്രയോ ആശ്ചര്യമാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ വഴികളല്ല ദൈവത്തിൻ്റെ വഴികൾ. ദൈവം യഹൂദൻ എന്ന ജാതിയെ തിരഞ്ഞെടുത്തതിന് തൻ്റേതായ കാരണങ്ങളുണ്ടായിരുന്നു. മാനവ ചരിത്രം പരിശോധിച്ചാൽ ലോക ജനതയിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് ഈ രക്ഷകനെ തിരിച്ചറിഞ്ഞ് വിശ്വസിച്ച് രക്ഷയിലേക്ക് കടന്നു വന്നവരാണ്. ഇന്നും ജാതി മതഭേദമന്യേ ലോകമെമ്പാട് നിന്നും ജനലക്ഷങ്ങൾ ഈ പ്രകാശത്തിലേക്ക് ഓടി വന്നുകൊണ്ടിരിക്കുന്നു. കാലിത്തൊഴുത്തും പുൽക്കൂടും നക്ഷത്രങ്ങളും ഒക്കെ ഉണ്ടാക്കി കളിക്കുന്നവർ ഈ യേശു എണ്ണിയാലൊടുങ്ങാത്ത നക്ഷത്രജാലങ്ങളുടെയും ഗാലക്സികളുടെയും സൃഷ്ടാവും ഉടയവനുമാണെന്ന് മനസ്സിലാക്കുക. മാനുഷവേഷം പൂണ്ട സാക്ഷാൽ ദൈവത്തെ ആഘോഷങ്ങളുടെ പേരിൽ കച്ചവടം നടത്തി ആക്ഷേപിക്കാതിരിക്കുക. വീണ്ടും ആ ചോദ്യമുയരുന്നു, വേർ ഈസ് ദ വൺ ഹു ഹാസ് ബീൻ ബോൺ കിങ് ഓഫ് ദ ജ്യൂസ്? യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഈസ് ദിസ് സോവറൻ ഗോഡ് ഓൺ ദ ത്രോൺ ഓഫ് യുവർ ഹാർട്ട്? മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ആ നാമമാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം. May the grace of our Lord Jesus Christ, who has been born King of the Jews, be with you now and forevermore. I bless you in Jesus' name. Amen.